എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു. പഠിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് MITയിൽ നിന്നും ബിരുദം നേടി ഒരു കമ്പനിയുടെ CEO ആയി മാറിയത് ഞാൻ പെട്ടെന്ന് കൂടുതൽ സ്മാർട്ട് ആയതുകൊണ്ടൊന്നുമല്ല, മറിച്ച് എങ്ങനെ കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കാം എന്നതിന്റെ ഒരു സിസ്റ്റം ഞാൻ കണ്ടെത്തി. ആ രഹസ്യം, ആർക്കും ഉപയോഗിക്കാവുന്ന ആ സിസ്റ്റം, അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലത്ത് ഏത് വിവരവും ആർക്കും എളുപ്പത്തിൽ കിട്ടും. അപ്പോ നമ്മുടെ യഥാർത്ഥ എഡ്ജ് അല്ലെങ്കിൽ മുൻതൂക്കം എന്ന് പറയുന്നത് അറിവല്ല, മറിച്ച് അത് പഠിച്ചെടുക്കാനുള്ള വേഗതയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറച്ച് ടിപ്സോ ട്രിക്സോ ഒന്നുമല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ്. ശരി, ഇത്ര വേഗത്തിൽ പഠിക്കാമെന്നൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? പക്ഷെ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഇത് സാധിക്കാതെ പോകുന്നത്? നമുക്കാദ്യം ആ പ്രശ്നം എന്താണെന്ന് നോക്കാം. നമ്മുടെ പഠനരീതികൾ പരാജയപ്പെടാൻ ശരിക്കും രണ്ട് പ്രധാന കാരണങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേത്, നമ്മൾ നമ്മുടെ തലച്ചോറിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ തലച്ചോറിന്റെ വലിപ്പം എത്രയാണെന്നറിയാമോ? വെറും 3 പൗണ്ട്, അതായത് 1.5 കിലോഗ്രാമിൽ താഴെ മാത്രം ഭാരമുള്ള ഒരു ചെറിയ അവയവം. പക്ഷേ ഈ കുഞ്ഞൻ അവയവം നമ്മുടെ ശരീരത്തിലെ മൊത്തം എനർജിയുടെ 20% ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തലച്ചോറിലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗം ഒരുപാട് ഊർജ്ജം വലിച്ചെടുക്കും. ഇതിനെ നമുക്കൊരു കോഗ്നിറ്റീവ് ബൗൾ എന്ന് വിളിക്കാം. അതായത് നമ്മുടെ തലച്ചോറ് ഒരു ചെറിയ പാത്രം പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. ആ ചെറിയ പാത്രത്തിലേക്ക് നമ്മളൊരു വലിയ പാത്രം വെള്ളമൊഴിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? കുറച്ചു വെള്ളം മാത്രം അതിൽ നിൽക്കും, ബാക്കിയെല്ലാം പുറത്തേക്ക് ഒഴുകിപ്പോകും, അല്ലേ? ഇതാണ് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം പഠിക്കാൻ ശ്രമിക്കുമ്പോഴും സംഭവിക്കുന്നത്. കാരണം നമ്മുടെ തലച്ചോറ് ഒരു സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഡിസൈൻ ചെയ്ത ഒന്നല്ല, മറിച്ച് ഓരോന്നായി ശ്രദ്ധിച്ച് പഠിക്കാനാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം, പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടില്ലേ, അതിനെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ് പ്രശ്നം. ന്യൂറോ സയൻസിൽ ഇതിനൊരു പേരുണ്ട്, ജനറേഷൻ ഇഫക്റ്റ്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു ഉത്തരം കണ്ടെത്താൻ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നോ അത്രത്തോളം ആഴത്തിൽ ആ വിവരം നമ്മുടെ തലച്ചോറിൽ പതിയുന്നു. നമ്മൾ പലപ്പോഴും പഠിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ ഒരു പരാജയമായിട്ടാണ് കാണുന്നത്. എനിക്കിത് മനസ്സിലാകുന്നില്ല, ഞാൻ തോറ്റുപോയി എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ സത്യമതല്ല. ആ സംഘർഷം, ആ ബുദ്ധിമുട്ട്, അതുതന്നെയാണ് യഥാർത്ഥ പഠനം നടക്കുന്നതിന്റെ ലക്ഷണം. നമ്മുടെ തലച്ചോറിന് അത്തരം വെല്ലുവിളികൾ ഇഷ്ടമാണ്. അപ്പോ എന്താണ് ഇതിനൊക്കെയുള്ള പരിഹാരം? അതിനൊരു പേരുണ്ട്, 3C പ്രോട്ടോകോൾ. കംപ്രസ്, കമ്പൈൽ, പിന്നെ കൺസോളിഡേറ്റ്. ഈ 3 Cകൾ ഉപയോഗിച്ച് ആർക്കും അവരുടെ പഠനരീതി അടിമുടി മാറ്റാൻ സാധിക്കും. നമുക്ക് ആദ്യത്തെ Cയിലേക്ക് കടക്കാം, കംപ്രസ്. ഇതിന്റെ ലക്ഷ്യം ഒരുപാട് കാര്യങ്ങൾ കാണാതെ പഠിക്കുക എന്നല്ല, മറിച്ച് ഒരുപാട് ആശയങ്ങളെയും വിവരങ്ങളെയും ചുരുക്കി അതിലെ പ്രധാന പാറ്റേണുകൾ മാത്രം കണ്ടെത്തുക എന്നതാണ്. ഉദാഹരണത്തിന്, ലോകത്തിലെ ഏറ്റവും മികച്ച ചെസ് കളിക്കാരനായ മാഗ്നസ് കാൾസിന്റെ കാര്യമെടുക്കാം. അദ്ദേഹം ഓരോ കരുവിന്റെ നീക്കത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, പകരം ആയിരക്കണക്കിന് കളികളുടെ പാറ്റേണുകളാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വിവരങ്ങൾ കംപ്രസ് ചെയ്യുക? അതിന് 3 വഴികളുണ്ട്. ഒന്നാമത്തേത് സെലക്ഷൻ, അതായത് 80% ഫലം തരുന്ന 20% കാര്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. രണ്ടാമത്തേത് അസോസിയേഷൻ, പുതിയതായി പഠിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായി കണക്ട് ചെയ്യുക. അവസാനമായി ചങ്കിങ്, വലിയ ആശയങ്ങളെ ചെറിയ ചിത്രങ്ങളായോ ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ചെറിയ കഥകളായോ മാറ്റുക. ഇനി നമുക്ക് രണ്ടാമത്തെ Cയിലേക്ക് പോകാം, കമ്പൈൽ ചെയ്യുക. വെറുതെ കുറേ വിവരങ്ങൾ തലയിൽ കയറ്റുന്നതും അത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നൊരു സ്കില്ലാക്കി മാറ്റുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതിനെ ഏറ്റവും നല്ല ഉദാഹരണമാണ് റെയിൻമാൻ എന്ന സിനിമയ്ക്ക് പ്രചോദനമായ കിം പീക്കിന്റെ കഥ. കിം പീക്കിന് ഏകദേശം 12,000 പുസ്തകങ്ങളിലെ ഓരോ വാക്കും ഓർത്തെടുക്കാൻ കഴിയുമായിരുന്നു. അവിശ്വസനീയമായ ഓർമ്മശക്തി. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായൊരു ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ പോലും അറിയില്ലായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ്: ലോകത്തിലെ മുഴുവൻ അറിവും നമ്മുടെ തലയിലുണ്ടായിരിക്കാം, പക്ഷെ അത് പ്രയോഗിക്കാൻ അറിയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോ എങ്ങനെയാണ് നമ്മൾ അറിവിനെ കഴിവാക്കി മാറ്റുന്നത്? അതിനും ചില വഴികളുണ്ട്. ഒന്നാമതായി, ടൈമർ ഉപയോഗിക്കുക. നമ്മുടെ ശ്രദ്ധയ്ക്കൊരു താളമുണ്ട്. ഏകദേശം 90 മിനിറ്റ് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുക, അതിനുശേഷം ഒരു 20 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. രണ്ടാമതായി, സ്വയം പരീക്ഷിക്കുക. വലിയ പരീക്ഷകൾക്ക് വേണ്ടി കാത്തിരിക്കരുത്. പഠിച്ച കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെറിയ ടെസ്റ്റുകളിലൂടെ ഉറപ്പിക്കുക.
മൂന്നാമതായി പ്രയോഗിക്കുക. പഠിച്ചത് മറ്റൊരാളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ ഉപയോഗിച്ചു നോക്കുക. അപ്പോഴാണ് അറിവ് ശരിക്കും ഒരു സ്കില്ലായി മാറുന്നത്. ഇനി അവസാനത്തേതും, ഒരുപക്ഷെ നമ്മളെ ഏറ്റവും അതിശയിപ്പിക്കുന്നതുമായ ഘട്ടം, കൺസോളിഡേറ്റ് ചെയ്യുക, അതായത് പഠിച്ചത് ഓർമ്മയിൽ ഉറപ്പിക്കുക. ഇതിന് കൂടുതൽ നേരം ഇരുന്ന് പഠിക്കുകയല്ല വേണ്ടത്, മറിച്ച് തന്ത്രപരമായി വിശ്രമിക്കുകയാണ് വേണ്ടത്. വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? പക്ഷെ ഇതാണ് സത്യം. നമ്മൾ സാധാരണയായി വിചാരിക്കുന്നത് പഠിത്തം എന്നു പറഞ്ഞാൽ പുസ്തകത്തിനു മുന്നിൽ കുത്തിയിരിക്കുന്നത് മാത്രമാണെന്നാണ്. എന്നാൽ അത് പകുതി ശരിയേ ഉള്ളൂ. പഠനത്തിന് 2 ഘട്ടങ്ങളുണ്ട്. 1 ഫോക്കസ്, അതായത് ശ്രദ്ധയോടെ പഠിക്കുന്നത്. 2 റെസ്റ്റ്, അതായത് വിശ്രമം. ഈ വിശ്രമ സമയത്താണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തലച്ചോറിലെ ന്യൂറോണുകൾക്കിടയിൽ ശരിക്കും ഉറപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് പഠിക്കുന്ന സമയം പോലെ തന്നെ പ്രധാനമാണ് വിശ്രമിക്കുന്ന സമയവും. ഈ വിശ്രമത്തിന്റെ പവർ എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു പഠിച്ചതിനു ശേഷം വെറും 10 സെക്കൻഡ് കണ്ണടച്ച് വെറുതെ ഇരുന്നാൽ നമ്മുടെ തലച്ചോറ് ആ പഠിച്ച വിവരം 20 ഇരട്ടി വേഗതയിൽ വീണ്ടും റീപ്ലേ ചെയ്യും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ചെറിയ ബ്രേക്ക് കൊണ്ട് നമുക്ക് 20 തവണ ഫ്രീ ആയി റിവിഷൻ കിട്ടുന്നത് പോലെയാണ്. അപ്പോ ഈ വിശ്രമം എന്ന് പറയുമ്പോൾ അത് 3 തരത്തിലുണ്ട്. പഠിക്കുന്നതിനിടയിലെടുക്കുന്ന 10-20 സെക്കൻഡ് നേരത്തെ മൈക്രോ ബ്രേക്കുകൾ, പിന്നെ 90 മിനിറ്റ് പഠിച്ചു കഴിയുമ്പോഴെടുക്കുന്ന 20 മിനിറ്റിന്റെ വലിയ ബ്രേക്ക്, ഏറ്റവും പ്രധാനമായി രാത്രിയിലെ നല്ല ഉറക്കം. ഈ 3ഉം ചേരുമ്പോഴാണ് പഠിച്ചത് നമ്മുടെ ഓർമ്മയിൽ സ്ഥിരമായി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മികച്ച പഠിതാവ് എങ്ങനെ ആകണം എന്നാണ്. അതിന് ചില ചിന്താഗതികൾ മാറ്റേണ്ടതുണ്ട്. അവസാനമായി ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ഒന്നാമത്തേത്, നിങ്ങളുടെ മത്സരം മറ്റുള്ളവരുമായിട്ടല്ല, ഇന്നലത്തെ നിങ്ങളുമായിട്ടാണ്. ഓരോ ദിവസവും കുറച്ചുകൂടി മെച്ചപ്പെടാൻ ശ്രമിക്കുക. രണ്ടാമത്തേത്, പഠിക്കുമ്പോൾ സ്വയം ഒരുപാട് വിമർശിക്കാതിരിക്കുക. തെറ്റുകൾ വരുന്നത് സ്വാഭാവികമാണ്, അത് പഠനത്തിന്റെ ഭാഗമാണ്. മൂന്നാമതായി, ക്ഷമയോടെയിരിക്കുക. നല്ല കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെതായ സമയമെടുക്കും. അതുകൊണ്ട് ഈ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. ആവശ്യത്തിന് സമയവും ക്ഷമയും നൽകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ല. നിങ്ങൾക്ക് ആയിത്തീരാൻ കഴിയാത്തതായും ഒന്നുമില്ല. അപ്പോൾ ഈ 3C പ്രോട്ടോക്കോൾ നിങ്ങളുടെ പഠനരീതിയെ മാറ്റിമറിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശകലനം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അമർത്തുക. ഇതുപോലുള്ള കൂടുതൽ ആശയങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം.